ഇവിടെ അടുത്തുള്ള ആളുകളാണോ? അടുത്തുള്ള ഇല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. സൗണ്ട് കേട്ട് വരുമായിരുന്നു. ഞാന് നമ്മുടെ സ്കൂളിന്റെ അവിടെ എത്തിയപ്പോഴാണ് പൊട്ടി. അവിടെ നമ്മൾ ചോറ് എടുത്ത് വരും ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു പൊട്ടിയപ്പോ ഞങ്ങൾ ഒരു കുട്ടംകുളത്തെ പെരുന്നാളിന്റെ പൊട്ടി ഞാൻ ഇത്ര വലുത് പൊട്ടിക്കില്ല അവര്. എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ. എന്നിട്ട് പറഞ്ഞു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങോട്ട് വന്നത്. ഭയങ്കര സൗണ്ടല്ലേ, വണ്ടി പൊന്തിയ പോലെ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഒരു തടിച്ചൊരു ചേട്ടൻ കിടക്കുന്നുണ്ട്. പണ്ടത്തെ തടിച്ചൊരു ചേട്ടൻ ഇവിടെ കുറച്ച് അപ്പുറത്ത് ആളെടുത്ത് അങ്ങനെ ആരും ഇല്ല. ഇവിടെ വീട്ടുകാർക്ക് പേടിച്ചിട്ടൊക്കെ ആർക്കാ എന്താ ചെയ്യണത് ഒരു രൂപയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരുന്നേ. വീട്ടുകാരുണ്ട്, അതിനകത്ത് വീട്ടിൽ ചേട്ടന്മാരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. അങ്ങനെ 101 വിളിച്ചു. എന്റെ ഫയർഫോഴ്സിന് ഇത് എല്ലാവർക്കും വിളിച്ച് കഴിഞ്ഞൊരു ഫയർഫോഴ്സ് വന്നതിന് ശേഷം കടക്കാൻ പറ്റണ്ടേ? അവിടെ ബ്ലോക്ക് വണ്ടി ഇല്ലല്ലേ. അല്ല, ഫസ്റ്റ് 5 പേരെ കൊണ്ടുപോയി എടുത്തു വിടുന്നു. അപ്പോൾ പോലീസുകാരൊന്നും വന്നിട്ടായില്ല. ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ കയറ്റി വിട്ടത്. മേത്തൊക്കെ പുള്ളിയുണ്ട്. ആരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. 5 പേരും ആരും മരിച്ചിട്ടില്ല. മേത്തൊക്കെ തോലൊക്കെ പൊളിഞ്ഞ് നാശമായിരിക്കുന്നത്. തടിയനും കുറച്ച് പൊള്ളിയുള്ള എനിക്കാൻ പറ്റില്ല അവൾക്ക്. അത്ര തടിയാണ്. എന്നിട്ട് കയറ്റി കൊണ്ടുപോയി. പിന്നീടാണ് അവിടുന്ന് ഒരു ബോഡി കിട്ടിയ. തലയില്ല, ഈ ഹോട്ടലുണ്ട്, ഒരു കാല് മാത്രമേ ഉള്ളൂ. കാലിൻ്റെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടുന്ന് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ ഞാൻ അങ്ങനെ പോയി. ഉണ്ടായില്ല. ഇല്ലില്ല, ഞാൻ തൃശ്ശൂരായിരുന്നു. ഞാൻ പണി മറ്റേ വീട് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് ആ പണിയായിരുന്നെ. അവിടേക്ക് വരെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു. അപ്പോ അറിഞ്ഞില്ല. പിന്നെ നമ്മള് വീട്ടിൽ നിന്നൊക്കെ വിളികൾ വന്നപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയണേ. അപ്പോ നേരത്തെ കുട്ടി പണി അവസാനിപ്പിച്ചിട്ട് കൊണ്ട് പോകുന്നു. പക്ഷെ അവിടെ വരുമ്പോഴേക്കൊക്കെ എല്ലാം കഴിഞ്ഞിരുന്നു. എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിളിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്താൻ വിളിക്കാൻ ആള് ജീവണ്ടല്ലോ. വിളിക്കുന്ന ആളുന്നുണ്ട്. കടക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. അവിടെ ഇതില്ല, ഈ ഷെഡ് അതിന്റെ താഴത്തെ കിടക്കാൻ ആള് കിടക്കണ്ടായിരുന്നു. ആള് വിളിക്കുന്നുണ്ട്, ഞങ്ങളെ വിളിക്കുന്നുണ്ട്. വരാൻ പറ്റില്ല, ഇവിടെ നിന്ന് പൊട്ടണ്, കടക്കാൻ പറ്റില്ല. എന്നിട്ട് 2 ചേട്ടന്മാര് എന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും പോയി എടുക്കാൻ കൊണ്ട് അങ്ങനെ പോയി എടുത്ത് പോന്നിട്ട് ഇവിടെ എത്തുമ്പോ ഒരു വാണ്ടണ്ട അതിന് കളിക്കാണ്. വാണ്ടതാണോ ഭയങ്കര പറ്റും. മരിച്ചിട്ടില്ല. മേത്തൊക്കെ താഴെ പോലെ പോയി ഇതായിട്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. പിന്നെ എല്ലാവരും പിന്നെ മരിച്ചിട്ട് കിട്ടിയത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോണ വഴിക്ക് ഒരു ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിഞ്ഞില്ല. ആകാണ്ട് പേടിച്ചു. പിന്നെ ചെല്ലുമ്പോൾ വരുമ്പോണ്ട് വണ്ടിയിലെ ആൾക്കാരെ ബുള്ളറ്റിന്റെ മുകളിലും ബൈക്കിന്റെ മുകളിലും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ എന്താ പറയാ, ആകെ തരിച്ചു പോയി കണ്ടപ്പോ. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴുണ്ടായി ഉണ്ടായത്. ബുള്ളറ്റിന്റെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ഒരു 5-6 വണ്ടികൾ പോകുന്നുണ്ട്. ആ സമയത്താ കണ്ടപ്പോ തന്നെ ആകെതായി, കണ്ണതായി പോയി, തരിച്ചു പോയി ശരിക്കും പറയണെങ്കിൽ. ഇവരാണ് ഈ അപകടം നടന്ന ആദ്യ സമയങ്ങളിലൂടെയൊക്കെ എത്തിയവരാണ്. അവരുടെ ഒരു വാക്കുകളുണ്ട്, എത്രമാത്രം വലിയ അപകടമായിരുന്നു. ഇവിടെയൊക്കെ തന്നെ ആളുകൾ അവിടെ നിന്ന് പടക്കപ്പുരയ്ക്കുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകളുടെയൊക്കെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോഴും ഈ സ്ഥലത്ത് വിവിധ, അതായത് ഇപ്പോൾ സിവിൽ ഡിഫൻസിന്റെയൊക്കെ തന്നെ പരിശോധന, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായൊരു പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സിവിൽ ഡിഫൻസും ഇവിടെ ഓരോ സ്ഥലങ്ങളും പരിശോധിക്കുകയാണ്.